Hello students, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. Let f of x equal to 2x square minus x plus 1 divided by 3x square plus 2x minus 1. Find limit x tends to infinity f of x and all horizontal asymptotes of the graph of x. അപ്പോൾ നമ്മളോട് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്തായാലും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് കണ്ടുപിടിക്കണമെങ്കിലും ഈ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്തേ മതിയാവും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ ഇതാണ് തന്നിരിക്കുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കറിയാം ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് പോളിനോമിയൽ ഫംഗ്ഷൻ ആണ് അല്ലെ, റാഷണൽ ഫംഗ്ഷൻ വരുമ്പോൾ മാക്സിമം ക്യാൻസലേഷൻ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ നോക്കി നോക്കി ഇവിടെ ഹയസ്റ്റ് പവർ എക്സ് സ്ക്വയർ ആണ്, ഇവിടെയും ഹയസ്റ്റ് പവർ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ രണ്ടിൽ നിന്നും എക്സ് സ്ക്വയർ ഔട്ട് സൈഡ് എടുത്ത് നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എക്സ് സ്ക്വയർ ഔട്ട് സൈഡ് പോരുമ്പോൾ ഇവിടെ 2, ഇവിടെ -1/x, ഇവിടെ 1/x² ആണ് ബാക്കി ഉണ്ടാവുക. ഇവിടെയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 2/x -1/x² ആണ് ബാക്കി ഉണ്ടാവുക. എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്ത ശേഷമുള്ള സ്റ്റെപ്പാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ചെയ്യുമ്പോൾ ആ സ്റ്റെപ്പും കൂടെ എഴുതിയിട്ട് ചെയ്താൽ മതിയാവും കേട്ടോ. ഇനി ഇതിന് ലിമിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം 1/x ലിമിറ്റ് ഒക്കെ 0 ആയി പോകുന്നില്ല. ഇൻഫിനിറ്റി വാല്യൂ വരുമ്പോൾ 1/∞എല്ലാം 0 ആയി പോകും. അപ്പോൾ ബാക്കി ഇതിനകത്ത് 2/3 ആണ് ലിമിറ്റ് വരിക. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കറിയാം ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് y = L ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ആണെന്ന് പറയണമെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു -∞ എഫ് ഓഫ് എക്സ് = L എന്ന് കിട്ടണം. ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് = 2/3 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് y = 2/3 ഒരു ഹോറിസോണ്ടൽ അസിംപ്റ്റോട്ട് ആണെന്ന് പറയാം. ആകെ അത് മാത്രമേ അതിന്റെ ലിമിറ്റ് വരുന്നുള്ളൂ. അപ്പോൾ അതാണ് അതിന്റെ ഹോറിസോണ്ടൽ അസിംപ്റ്റോട്ട് വരുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഹോറിസോണ്ടൽ അസിംപ്റ്റോട്ട് ഓഫ് ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f of x = 3x/√x² + 1. അപ്പോൾ ഇവിടെ അത് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് = 3x/√x² + 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് റൂട്ടിന്റെ ഉള്ളിൽ x² ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? we may assume that x greater than 0. in this case √(x² = x). Dividing the numerator and denominator by x, the highest power of x in the denominator we find. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങളിതിനെ എന്ത് ചെയ്താൽ മതിയാവും? ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിക്കോളൂ. ഇത്രയും സ്റ്റെപ്സ് ഒഴിവാക്കിയിട്ട് ഞാൻ പറഞ്ഞു തരുന്ന പോലെ ചെയ്താൽ മതി. ഇവിടെ നോക്കി, ഇവിടെ ന്യൂമറേറ്ററിൽ എക്സ് ആണുള്ളത്, ഇവിടെ ഡിനോമിനേറ്ററിൽ ഈ x² റൂട്ടിന്റെ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ x ആണുള്ളത്. അപ്പോൾ രണ്ടിലും x ആണുള്ളത്. മാക്സിമം ക്യാൻസലേഷൻ ചെയ്യണം. അപ്പോൾ ഈ x² ആദ്യം ഇവിടെ തന്നെ ഒന്ന് ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ x² × 1 + 1/x² എന്ന് വരും. പിന്നെ ആ x² മാത്രം റൂട്ട് എടുക്കുക. അപ്പോൾ അത് പുറത്തേക്ക് വരുമ്പോൾ x ആവും. ഇനി ഈ എക്സും ഈ എക്സും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. അത്രയും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് വെറുതെ 1/x കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്ത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അത് മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3/√(1 + 1/x² കിട്ടും. അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾ ഇത് അങ്ങനെ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ മാക്സിമം ക്യാൻസലേഷൻ ചെയ്യണം. അത്രയേ വേണ്ടൂ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ഇതാണ് വരിക. ഇവിടെ ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് 0 ആയി പോകും. അപ്പോൾ നമുക്ക് 3 ആണ് ലിമിറ്റ് ആയിട്ട് കിട്ടുക. സോ y = 3 അവിടെ ഒരു ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ആണ് കിട്ടും. ഏത് കേസിൽ? എക്സ് > 0 ആകുന്ന കേസിൽ. നമുക്ക് 2 കേസുകൾ ഇവിടെ ചെയ്യാറുണ്ട്. അത് മറക്കരുത്. കാരണം √(x²) വാല്യൂ എക്സും വരാം -x വരാം. അപ്പൊ എക്സ് വരുന്ന കേസാണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. അടുത്ത കേസ് √(x² = -x വരുന്ന കേസ്. അപ്പൊ അങ്ങനത്തെ കേസുകൾ വരുന്നുണ്ടെങ്കിൽ 2 ചെയ്യാനായിട്ട് മറക്കരുത്. റൂട്ട് വരുന്ന കേസിൽ 2 ചെയ്യാനായിട്ട് മറക്കരുത്. ആദ്യത്തെ കേസ് നമ്മൾ ചെയ്തു. ഇനി √(x² = -x വരുന്ന കേസ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കണക്കിന് തന്നെ ചെയ്താൽ മതി. മറ്റതുപോലെ നിങ്ങൾ ഇവർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ 3x ആണ് ഉണ്ടാവുക. ഇവിടെ നിന്ന് x² നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ x² × 1 + 1/x² എന്ന് വരും. അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ എക്സിന് പകരം നിങ്ങൾ എന്ത് എഴുതണം? -x എന്ന് എഴുതണം. മനസ്സിലായോ? ഈ സ്റ്റെപ്പ് ഒക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം.
ഇവിടെ നിന്ന് ജസ്റ്റ് എക്സ് സ്ക്വയറിന്റെ റൂട്ട് എടുത്തിട്ട് എഴുതുമ്പോൾ എക്സ് സ്ക്വയറിന് മാത്രം റൂട്ട് എടുക്കുക. ഇതിനെ ഈ ടൈമിനെ റൂട്ടിന്റെ ഉള്ളിൽ തന്നെ നിർത്തുക. എക്സ് സ്ക്വയറിന് മാത്രം റൂട്ടിന് പുറത്തേക്ക് എടുക്കുക. അപ്പൊ ഇവിടെ എക്സ് സ്ക്വയർ റൂട്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കുമ്പോൾ റൂട്ട് എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് എഴുതണം കേട്ടോ. ഈ രണ്ടാമത്തെ കേസ് ചെയ്യുമ്പോൾ മറക്കല്ലേ. അപ്പൊ ഇവിടെ മൈനസ് എക്സ് എന്ന് എഴുതുമ്പോഴാണ് ഇവിടെ ഒരു -3 എക്സ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ആ മൈനസ് മുകളിലേക്ക് ആക്കിയിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? ആദ്യത്തേന് റൂട്ട് എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് എഴുതണം, രണ്ടാമത്തേന് റൂട്ട് എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് എഴുതണം. അത് മാത്രം ചെയ്യുമ്പോൾ ഇതുപോലെ കോംപ്ലിക്കേറ്റഡ് ആക്കി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിന്റെ ലിമിറ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്താ -3 എന്നാണ് ലിമിറ്റിന്റെ വാല്യൂ കിട്ടുക. അപ്പോൾ y ഈക്വൽ ടു -3 ഓൾസോ എ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, റൂട്ടിന്റെ ഉള്ളിൽ നിന്ന് എക്സിന്റെ ഏതെങ്കിലും ഒരു ടേം പുറത്ത് എടുത്തിട്ടാണ് നമുക്ക് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ടോ വെർട്ടിക്കൽ അസിംപ്റ്റോട്ടോ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എങ്കിൽ രണ്ട് കേസ് നമ്മൾ പരിഗണിക്കണം എന്നുള്ളത് ഓർത്തിരിക്കുക. എക്സ് റൂട്ട് എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് എടുക്കാനും റൂട്ട് എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് എടുക്കാനും മറക്കരുത്. രണ്ടും രണ്ട് കേസായിട്ട് ചെയ്യുക. രണ്ട് കേസായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് രണ്ട് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് കിട്ടുള്ളൂ. ഒറ്റ കേസായിട്ട് നമ്മൾ എക്സ് മാത്രം എടുത്ത് ചെയ്താൽ നമ്മൾ ഒരു ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് മിസ് ചെയ്യും. അപ്പോൾ നമുക്ക് പകുതി മാർക്ക് കിട്ടുള്ളൂ. അത് മിസ് ചെയ്യരുത്. അപ്പോൾ രണ്ട് കേസും നമ്മൾ എടുത്തിട്ട് ചെയ്യണം. ഓക്കെ, രണ്ട് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് വരുന്നുണ്ട് അവിടെ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ലിമിറ്റ് ഇൻഫിനിറ്റി ലിമിറ്റ് സെറ്റ് ഇൻഫിനിറ്റി ആണ്. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി. നേരത്തെ നമ്മൾ രണ്ട് കേസുകൾ കണ്ടതിൽ ഇവിടെ ഇൻഫിനിറ്റി വരും, എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഉള്ള ലിമിറ്റ് വാല്യൂ കണ്ടുപിടിക്കും, വാല്യൂ ഇൻഫിനിറ്റി വരുന്ന ലിമിറ്റും കണ്ടുപിടിക്കുമായിരുന്നു. പക്ഷെ ഇത് നോക്കി, ഇത് എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോവാണ്, ഫംഗ്ഷന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോവാണ്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ y ഈക്വൽ ടു എക്സ് ക്യൂബ് എന്നുള്ള ഫംഗ്ഷൻ. ഇത് നോക്കിയാൽ ഇത് ഇവിടേക്ക് എക്സ് ഇങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ വൈയുടെ വാല്യൂം ഇൻഫിനിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വൈയുടെ വാല്യൂം മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ഒരു മൂന്നാമത്തെ കേസ്, മൂന്നാമത്തെ ടൈപ്പ് ഇൻഫിനിറ്റി ലിമിറ്റ് വരുന്നത്. അപ്പൊ 3 ടൈപ്പ് ഇൻഫിനിറ്റി ലിമിറ്റ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. അസിംപ്റ്റോട്ട് ഇപ്പൊ 2 ടൈപ്പാണ് പഠിച്ചത് കേട്ടോ. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ക്യൂബ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. അതുപോലെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി വരാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി വരാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി വരാം. അങ്ങനത്തെ 4 കേസുകളായിട്ട് ആ ലിമിറ്റ്സ് ഇൻഫിനിറ്റ് ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റിയെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഈ കേസുകളിൽ ഏത് വേണമെങ്കിലും ഇൻഫിനിറ്റ് ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി ആയിട്ട് വരാം. മനസ്സിലായി വിചാരിക്കാം എന്താണെന്നുള്ളത്. അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി. ഈ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നന്നായിട്ട് പഠിക്കണേ, ചോദിക്കാറുണ്ട് നന്നായിട്ട് ക്വസ്റ്റ്യൻസ്. ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 2x ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി 2x ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പൊ ഇതിനെ നമുക്ക് ഏത് ലിമിറ്റ് ആണെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത് റാഷണൽ ഇല്ല, ഒറ്റതാണ് അല്ലേ. എന്നിരുന്നാൽ തന്നെയും അതിന് കോമൺ ആയിട്ടുള്ള ഹയസ്റ്റ് പവർ പുറത്തെടുക്കുക. നമുക്കിതിന് എക്സ് ക്യൂബ് മൈനസ് 2 എക്സ് ക്യൂബ് ഇൻറ്റു 2 മൈനസ് 1/x പ്ലസ് 1/x ക്യൂബ് എഴുതാം. എക്സ് ലാർജ് ആവും തോറും then this is close to 2 and x cube is very large. എക്സ് വലുതാവും തോറും ഈ ടേമും 0 ആയി പോകും, ഈ ടേമും 0 ആയി പോകും. ഇതിന്റെ വാല്യൂ 2ലേക്ക് അപ്രോച്ച് ചെയ്യും. അതായത് നമുക്ക് ഇവിടെ നമുക്ക് പറയാവുന്നത് ഇവിടെ ഒരു ഈ ടേം ക്ലോസ് ടു 2 ആവും. പക്ഷെ ഇവിടെ ഒരു എക്സ് ക്യൂബ് എന്നുള്ളൊരു ടേം ഉണ്ടല്ലോ, എക്സ് ക്യൂബ് എന്നുള്ളൊരു ടേം ഉണ്ട്. ഇത് എന്തിലേക്ക് പോകും? ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പൊ ഇത് ഇൻഫിനിറ്റി ഇൻറ്റു 2 എന്നുള്ളൊരു ഫോം വരും. അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 2x ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്നുള്ളത് ഇൻഫിനിറ്റി ഇൻറ്റു 2 എന്നുള്ളത്. ഈ ടേംസ് രണ്ടും 0ലേക്ക് പോകും. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ 2 ആയിരിക്കും. എക്സ് ക്യൂബിന്റെ വാല്യൂ ഇൻഫിനിറ്റി ആയിരിക്കും. ഇൻഫിനിറ്റി ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി തന്നെ. അപ്പോൾ ഈ കേസിൽ ഇത് ഇൻഫിനിറ്റി വരും ഓൾസോ. ഓക്കെ, അടുത്തത് ഇഫ് എക്സ് ഈസ് ലാർജ് ഇൻ ആബ്സല്യൂട്ട് വാല്യൂ ആൻഡ് നെഗറ്റീവ് സോ ഈസ് എക്സ് ക്യൂബ്. അപ്പോൾ ഈ കേസിൽ നമ്മൾ നോക്കി എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോവാണ് എങ്കിൽ ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള ടൈം അപ്പോഴും എന്ത് ചെയ്യും? ഈ ടൈമിൽ നമ്മൾ എക്സ് ക്യൂബ് ഇൻറ്റു ദിസ് എന്നാണ് എഴുതുന്നത്. ഫുൾ ആയിട്ടുള്ള ആ ടൈമിൽ എക്സ് ക്യൂബ് ഇൻറ്റു ദിസ് എന്നാണ് എഴുതുന്നത്. അപ്പൊ എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന കേസിൽ ഈ ടൈം അപ്പോഴും ഇത് 0ലേക്ക് പോകും, ഇത് 0ലേക്ക് പോകും. ബ്രാക്കറ്റിന്റെ ഉള്ളിൽ 2 തന്നെയായിരിക്കും. എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോയാലും മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോയാലും ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ടേം 2 തന്നെയായിരിക്കും.
പക്ഷേ എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എക്സ് ക്യൂബിന്റെ ടേം എവിടേക്കാണ് പോവുക? മൈനസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോവുക. എക്സ് പ്ലസ് ഇൻഫിനിറ്റി ആയിരുന്നപ്പോൾ എക്സ് ക്യൂബിന്റെ ടേം പ്ലസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോയത്. എക്സ് മൈനസ് ഇൻഫിനിറ്റി ആകുമ്പോൾ എക്സ് ക്യൂബിന്റെ ടേം മൈനസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോവുക. ചിഹ്നത്തിന് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, സൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിന്റെ വാല്യൂ മൈനസ് ഇൻഫിനിറ്റി ഇൻറ്റു 2 എന്ന് വരും. മൈനസ് ഇൻഫിനിറ്റി ഇൻറ്റു 2 പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി തന്നെയാണ്. പ്ലസ് ഇൻഫിനിറ്റിയോടുകൂടി എന്ത് ആഡ് ചെയ്താലും മൈനസ് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും ഒക്കെ പ്ലസ് ഇൻഫിനിറ്റി തന്നെ കിട്ടുക. മൈനസ് ഇൻഫിനിറ്റിയോടുകൂടി എന്ത് ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും മൈനസ് ഇൻഫിനിറ്റി തന്നെയാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ സൈൻ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. മൈനസ് ഇൻറ്റു മൈനസ് വരികയാണെങ്കിൽ ഇത് പ്ലസ് ആവും കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് എന്തായാലും +2 ആണ്. ഇതിന് പകരം ഇവിടെ -2 ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്ക് പ്ലസ് ഇൻഫിനിറ്റി എന്ന് കിട്ടിയതായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് +2 ആണ്. +2 ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഇതിന്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തതൊരു തിയർ ആണ്. തിയറം പറയുന്നത് എന്താ? limit x tends to infinity x raised to n is equal to infinity for n equal to 1, 2, 3, etc. ഇങ്ങനെയുള്ളവരുടെ ലിമിറ്റ്സ് എപ്പോഴും പ്ലസ് ഇൻഫിനിറ്റി ആയിരിക്കുന്നു. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ക്യൂബ്, അതിൻ്റെ ഒക്കെ ലിമിറ്റ് പ്ലസ് ഇൻഫിനിറ്റി ആയിരിക്കും. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എക്സ് റൈസ് ടു n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ഇഫ് n ഈക്വൽ ടു 1, 3, 5 എക്സെട്ര. ഓഡ് നമ്പേഴ്സ് പവർ ആയിട്ട് വരുമ്പോൾ അത് മൈനസ് ഇൻഫിനിറ്റിയും ഈവൻ നമ്പേഴ്സ് പവർ ആയിട്ട് വരുമ്പോൾ അത് പ്ലസ് ഇൻഫിനിറ്റിയും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എക്സോ എക്സ് ക്യൂബോ എക്സ് റൈസ് ടു 5 ഒക്കെ വരുമ്പോൾ അത് മൈനസ് ഇൻഫിനിറ്റിയും, എക്സ് സ്ക്വയറോ എക്സ് റൈസ് ടു 4ഓ എക്സ് റൈസ് ടു 6 ഒക്കെ വരുമ്പോൾ അത് പ്ലസ് ഇൻഫിനിറ്റി ആയിരിക്കും. ഇതൊന്ന് പഠിച്ചു വെച്ചോളൂ. ഇത് പല പ്രോബ്ലംസിലും നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അത് നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കാം. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയുന്നുണ്ടാവും. ആ ലിമിറ്റ്സ് അപ്ലൈ ചെയ്തിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ലിമിറ്റ്സ് ഓഫ് പോളിനോമിയൽസ് ആസ് എക്സ് ടെൻസ് ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി. അപ്പോൾ ഒരു പോളിനോമിയലിന്റെ ലിമിറ്റ് എന്താ വരിക നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ദിസ് പോളിനോമിയൽ. ഒരു പോളിനോമിയലിന്റെ ജനറൽ ഫോം ആണ് അവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ. c0 പ്ലസ് c1x പ്ലസ് എക്സെട്ര പ്ലസ് cnx റൈസ് ടു n എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി cnx റൈസ് ടു n. ഈ ഏറ്റവും വലിയ പവറിന്റെ ലിമിറ്റ് മാത്രം എടുത്താൽ മതിയാവും എന്നാണ് പറയുന്നത്. അതുപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി c0 പ്ലസ് c1x പ്ലസ് എക്സെട്ര പ്ലസ് cnx റൈസ് ടു n ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി cnx റൈസ് ടു n. അപ്പോൾ ഒരു പോളിനോമിയലിന്റെ ലിമിറ്റ് കാണാനായിട്ട് അതിൽ ഹയസ്റ്റ് ഡിഗ്രി ടേമിന്റെ ലിമിറ്റ് മാത്രം, ഇൻഫിനിറ്റി ലിമിറ്റ് ആണെങ്കിൽ കേട്ടോ, ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി എ പോളിനോമിയൽ, ആ ഫോമിലാണെങ്കിൽ മാത്രമാണ് കേട്ടോ പറയുന്നത്. ഈ ഫോമിലാണ് എങ്കിൽ അതിന്റെ ഹയസ്റ്റ് ഡിഗ്രി ടേമിന്റെ ലിമിറ്റ് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാവുന്നതാണ് ഡെഫിനിഷൻ പറയുന്നത്. അപ്പോൾ നോക്കൂ, ഒരു എക്സാമ്പിൾ, ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ദിസ് പോളിനോമിയൽ. അപ്പോൾ ഇതിൽ ഹയസ്റ്റ് ടേം എടുക്കുക, ഹയസ്റ്റ് ടേമിന്റെ മാത്രം ലിമിറ്റ് കണ്ടുപിടിക്കുക. ഈ ലിമിറ്റ് നമുക്ക് ഗൂഗിളിൽ പറഞ്ഞ റൂൾസ് യൂസ് ചെയ്തിട്ട് ഓഡ് പവർ വരുന്നതല്ലേ, അപ്പോൾ അത് മൈനസ് ഇൻഫിനിറ്റി. ഈ പ്രോബ്ലം നോക്കൂ, ഇതേ നോക്കൂ, ഇങ്ങനെ വരും. അപ്പോൾ ഇതിൽ -400 എക്സ് റൈസ് ടു 9, -400 കോൺസ്റ്റന്റ് ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുക, ബാക്കിയുള്ള അതിന്റെ ലിമിറ്റ് എടുക്കുമ്പോൾ നമുക്ക് മൈനസ് ഇൻഫിനിറ്റി കിട്ടും. അപ്പോൾ -400 മൈനസ് ഇൻഫിനിറ്റി, മൈനസ് മൈനസ് കൂടി പ്ലസ് ആവും. 400 ഇൻറ്റു ഇൻഫിനിറ്റി ഇൻഫിനിറ്റി തന്നെ, അങ്ങനെ ഇത് ആൻസർ പ്ലസ് ഇൻഫിനിറ്റി കിട്ടും. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ആൻസർ വരുന്നതിൻ്റെ കൂടെ ഒരു മൈനസ് നമ്പർ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്ലസ് ഇൻഫിനിറ്റി ആവും കേട്ടോ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സൈനിന്റെ കാര്യത്തിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയാണ് ആ പ്രോബ്ലംസ് വരുന്നത്. ഇനി ലിമിറ്റ്സ് ഓഫ് റാഷണൽ ഫംഗ്ഷൻസ് ആസ് എക്സ് ടെൻസ് ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ഒരു പ്രോബ്ലത്തിൽ കൂടെ പറയാം. ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 2x പ്ലസ് 5/7x മൈനസ് 8. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാറുള്ളത് ഹയസ്റ്റ് പവർ നോക്കാം. ഹയസ്റ്റ് പവർ എപ്പോഴും എക്സ് ആണ്. അപ്പോൾ എക്സ് ഔട്ട് സൈഡ് എടുക്കുക, ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഔട്ട് സൈഡ് എടുക്കുക. ഇവിടെ എക്സ് എന്നും കൂടി എഴുതണം കേട്ടോ, അതവിടെ എഴുതാൻ വിട്ടുപോയിക്കുന്നതാണ്. എന്നിട്ട് എക്സ് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ഇതാണ് ലിമിറ്റ് വരിക. ലിമിറ്റ് എല്ലാത്തിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് വണ്ണിന്റെ വാല്യൂ ലിമിറ്റ് 2 തന്നെയായിരിക്കും, സെക്കൻഡ് വണ്ണിന്റെ ലിമിറ്റ് 0 ആയി പോകും.
അടിയിൽ 7 കിട്ടും, സെക്കൻഡ് വണ്ണിന്റെ ലിമിറ്റ് 0 ആയി പോകും. അപ്പോൾ 2/7 ആണ്. നിങ്ങൾക്കറിയാലോ ഈ 1/xന്റെ ഒക്കെ ലിമിറ്റ് 0 ആണ് എന്നുള്ളത് അറിയാലോ, പഠിച്ചിരിക്കുന്ന കാര്യമല്ലേ. 1/∞ ഈക്വൽ ടു 0 ആണ്, 1/0 ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്, 1/-∞ അത് കറസ്പോണ്ടിംഗ്ലി 0 തന്നെയാണ്. ആ ഒരു രീതിയിൽ ആലോചിക്കുക കേട്ടോ. എന്നിട്ടാണ് ഈ 2/7 എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 1/xന്റെ ലിമിറ്റ് ആസ് x ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആയാലും x ടെൻഡ്സ് ടു -∞ ആയാലും 0 ആണ്. ആ കൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2/7 എന്നാണ് നമുക്ക്